ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ? ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ മിക്സിയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ ആദ്യം വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ആണ്. അപ്പോൾ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആദ്യം എടുക്കാം. കറുത്ത മുന്തിരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് കുരുവൊന്നുമില്ലാത്ത മുന്തിരിയാണ്. അപ്പോൾ ഇതൊരു അര കപ്പ് മുന്തിരി വേണം. പിന്നെ അടുത്ത വേണ്ട ടൂട്ടി ഫ്രൂട്ടിയാണ്. അതൊരു 3 ടേബിൾ സ്പൂൺ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് 3 കളർ മിക്സ് ആയിട്ടുള്ള ഒരു പാക്കറ്റിൽ നിന്ന് എടുത്താണ്. ഇനി എടുത്താൽ വേണ്ട ഈത്തപ്പഴമാണ്. അതൊരു 5 എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതും ഇടാം. പിന്നെ ഒരു 6 ബദാമുമാണ് വേണ്ടത്. അതും ഇതേപോലെ ആക്കിയിടാം. അപ്പോൾ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ആണ് ഇതിലേക്ക് വേണ്ടത്. ഇനി കേക്കിന് ആവശ്യമായിട്ടുള്ള 1/4 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ 1/4 കപ്പിലൊരു പകുതി പഞ്ചസാര എടുത്ത് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ അത് നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി 1/4 കപ്പിൽ മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാരല്ലേ, അതൊന്ന് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കണം. തീ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് കാരമലൈസ് ചെയ്യാൻ വെക്കണം. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതേപോലെ ചെറുതായിട്ടൊന്ന് അലിഞ്ഞ പോലെ ആയി വരും. ഇപ്പോൾ ഇതാ മെൽറ്റായി ഇതേപോലത്തെ ബ്രൗൺ കളറായി വന്നിരിക്കുന്നത്. പക്ഷേ ഇതുപോലെയല്ല, കുറച്ചും കൂടി ബ്രൗൺ കളറാവണം. ഈ സമയത്തൊന്നും തീ കൂട്ടി വെക്കാൻ പാടില്ല. പെട്ടെന്ന് ഇത് ഒരു കയ്പ്പ് രുചി വരും. അപ്പോൾ അത് കേക്കിലും മൊത്തം കയ്പ്പായി മാറും. അപ്പോൾ ഫ്ലെയിം പറ്റ ലോയിലായിട്ട് വെക്കണം. അപ്പോൾ ഇതാ ഇതേപോലെ ബ്രൗൺ കളറായി വന്നിരിക്കുന്നത്. ഈ സമയത്ത് ഇനി ചെറുതായിട്ടൊന്ന് തീ കൂട്ടി വെക്കുക. ഇതേപോലെ അപ്പോൾ പതപൊന്തണമാരിയാവും. ഈ സമയത്ത് നമ്മളിതിലേക്ക് എത്ര പഞ്ചസാര എടുത്തേ ആ അളവിൽ കറക്റ്റ് വെള്ളം ഒഴിക്കുക, പച്ചവെള്ളം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടൊന്ന് ചെറുതായിട്ട് തിളച്ച് വരണം. അങ്ങനെ നമ്മളിതാ പഞ്ചസാര കാരമലൈസ് ചെയ്തത് ഇപ്പോൾ അത് അവിടെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ഇല്ലേ, അതെന്താക്കുക ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോഴാണ് ആ സോക്ക് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആ ഫ്ലേവറിലേക്ക് ഇത് വരിക. അപ്പോൾ ഇത് നല്ല പോലെ ഈ ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ഒക്കെ ഒന്ന് നല്ല പോലെ തിളയ്ക്കണം. ഇതിപ്പോൾ ഇത് നല്ല പോലെ ഇവിടെ ചൂടായി വന്നിരിക്കുന്നത്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഒരു നുള്ളി ഗ്രാമ്പു പൊടിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ അതായത് ഏകദേശം നല്ല പോലെ തിളച്ചാൽ മാത്രം പോരാ, ഇതിന്ന് കുറച്ച് വെള്ളം വറ്റിയ പോലെ ആവണം. അങ്ങനെ അതായത് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഇതിൽ ഏകദേശം വെള്ളമൊക്കെ വറ്റി നല്ല പോലെ ആയി വന്നിരിക്കുന്നത്. ഓവർ വെള്ളം വറ്റാൻ പാടില്ല, കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് കട്ട പിടിക്കണ പോലെ ആവും. അപ്പോൾ ഇത് ഏകദേശം ഇതേപോലെയാണ് വേണ്ടത്. ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത് നല്ല പോലെ തണുത്ത് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ആയി വന്നിരിക്കുന്നത്, കട്ടൊന്നും പിടിക്കാണ്ട്. അപ്പോൾ ഈ പരുവത്തിലാണ് ഇത് വേണ്ടത്. ഇനി നമുക്കിതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കണം. അപ്പോൾ അരിപ്പയിലേക്ക് എന്താക്കാം, 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഇതിങ്ങനെ 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ എല്ലാം മിക്സ് ആവുകയും ചെയ്യും. അതേപോലെ തന്നെ കേക്ക് നല്ലപോലെ സോഫ്റ്റ് പോലെ ആവുകയും ചെയ്യും. അത്യാവശ്യം നല്ലതിൽ പൊന്തി വരികയും ചെയ്യും. അപ്പോൾ അതിനായിട്ടാണ് ഇപ്പോൾ 3 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കണേ. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ളൊരു ടിന്നെടുക്കണം. ഇതിപ്പോൾ ഞാൻ അവിടെ ഈ വലുപ്പത്തിലുള്ളൊരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പാത്രത്തിൽ അത്യാവശ്യം എല്ലായിടത്തുമായിട്ട് ഓയിൽ തേച്ച് കൊടുക്കാം. ഇനി ഇതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഓയിൽ തേച്ചതിന് ശേഷം മൈദ മൊത്തം ചുറ്റൊന്നാക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്താക്കുക, ഒരു സാധാ പേപ്പർ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്താൽ ബട്ടർ പേപ്പറായി മാറും. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 കോഴിമുട്ട പൊട്ടിച്ചിടുക. പിന്നെ 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഇത് മുട്ടൻ്റെയൊക്കെ സ്മെല്ല് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണേ. ഇത് നല്ല പോലെ ഒരു 15 സെക്കൻഡ് നല്ല ഹൈ സ്പീഡിൽ എന്താക്കുക, അടിച്ചെടുക്കുക. അപ്പോൾ ഇത് അടിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ അയക്കുന്നു. ഇനി ഇതിലേക്ക് എന്താക്കുക, നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരല്ലേ, അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഒരു ഹൈ സ്പീഡിൽ എന്താക്കുക, നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇതിപ്പോൾ നല്ല പോലെ ഇവിടെ അടിച്ചെടുത്തിരിക്കുന്നു. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതും ഒരു 15 സെക്കൻഡ് ഹൈ സ്പീഡിൽ തന്നെ അടിച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചപ്പോൾ നല്ല പോലെ തണുത്ത് വന്നില്ലേ, ഇതിലേക്ക് ഇനി നമ്മളിപ്പോൾ അടിച്ച ബാറ്ററിയില്ലേ അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നു. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഗ്രാമ്പു പൊടിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതിപ്പോൾ അവിടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള മൈദ അല്ലേ, അത് കുറച്ചീച്ച് ഒരു 3 ഭാഗമായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിൽ മെല്ലെ മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ കേക്ക് പൊന്തിയത് എന്താവും, പെട്ടെന്ന് അതേപോലെ താഴ്ന്നു പോവും, സോഫ്റ്റ് ഒന്നും അധികം ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരേ ഡയറക്ഷനിൽ തന്നെ കേക്ക് ഇങ്ങനെ ഇളക്കുന്നത്. ഫസ്റ്റ് ഇട്ടേതാ നല്ല പോലെ മിക്സായി വന്ന്. ഇനി രണ്ടാമത് കുറച്ച് മൈദ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും നല്ലപോലെ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അതും മിക്സാക്കി എടുത്തേക്കുന്നു. ഇനി ഇതാ നമുക്ക് ഇതിലേക്ക് എന്താക്കണം, കുറച്ച് ബദാം പൊടിച്ചത്, ആ മൈദ ബാക്കി ഒരു 3ാമത്തെ ഘട്ടമായിട്ടുള്ള പൊടിയില്ലേ അതിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങളതിൽ ബദാം ഇല്ലെങ്കിൽ കാഷ്യൂ നട്ടോ അങ്ങനെ എന്തെങ്കിലും നട്ട്സ് എടുത്താൽ മതി. ഇതിങ്ങനെ ഈ മൈദയിൽ മിക്സ് ചെയ്യണം എന്താ വെച്ചാൽ കേക്കിൽ ഈ നട്ട്സ് ഒന്നും താഴോട്ട് താഴ്ന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ ഒരേ ഡയറക്ഷനിൽ തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് നല്ലപോലെ മിക്സായി വന്നിരിക്കുന്നത്. കേക്കിന് ഈ പരുവത്തിലാണ് ബാറ്റർ വേണ്ടത്. ഓവർ ലൂസ് ആവാനും പാടില്ല, അതേപോലെ ഓവർ ടൈറ്റ് ആവാനും പാടില്ല. ഈ പരുവത്തിലാണ് വേണ്ടത്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള പാത്രം റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ അത്യാവശ്യം ഒരു വലുപ്പമുള്ള പാത്രം എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഈ പാത്രത്തിൽ നമുക്ക് ഒരു റിങ് വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ ടിന്ന് വെച്ചാൽ ഡയറക്റ്റ് അതിൽ വെക്കാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു റിങ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് ഇത് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. ഈ സമയം കൊണ്ട് എന്താക്കാം, നമ്മൾ കേക്കിൻ്റെ ടിന്ന് ഇവിടെ റെഡി ആക്കുന്നല്ലോ, അതിലേക്ക് എന്താക്കാം ഈ ബാറ്റർ ഇട്ട് കൊടുക്കാം. ബാറ്റർ ഇതാ ഈ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇത് മുഴുവനായിട്ട് നമുക്ക് ഈ ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ മേലെ നട്ട്സ് എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ബദാം ഒന്ന് പൊടിച്ചതും അതേപോലെ തന്നെ കറുത്ത മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളതിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണുള്ളത് അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പാത്രം ഇവിടെ നല്ല പോലെ ചൂടായി വന്നിരിക്കുന്നു. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ടിന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 3/4 മണിക്കൂർ മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ഒരു 1/4 മണിക്കൂർ ലോ ഫ്ലെയിമിലും തീയാക്കി വെക്കുക. ഇതിപ്പോൾ ഇതാ പറഞ്ഞ ടൈം വന്നിരിക്കുന്നത്. നമ്മൾ തുറന്നു നോക്കിയപ്പോൾ നല്ല അടിപൊളിയായി പൊന്തി വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്തോ ഒന്ന് നോക്കണം. അപ്പോൾ നമുക്കൊരു കത്തി വെച്ചൊന്ന് കുത്തി വെക്കാം. അപ്പോൾ ഇതാ അതിൻ്റെ കുത്തി നോക്കിയപ്പോൾ കത്തിയുമ്പോൾ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതിനർത്ഥം നല്ല പോലെ കേക്ക് വെന്തിക്കുന്നത് എന്നാണ്. ഇനി ഇത് നമുക്ക് എന്താക്കാം, തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം ഒന്ന് ഇത് സൈഡൊക്കെ ഒന്ന് കത്തിയും കൊണ്ട് വേർതിരിച്ചെടുക്കാം. ഇനി ഇതേപോലെ ഒന്ന് പാത്രം കമിഴ്ത്തി കൊടുത്താൽ നമ്മുടെ കയ്യിലേക്ക് ഇതാ കേക്ക് തന്നാലെ വേഗം വരും. അങ്ങനെ ഇതാ അവിടെ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായി വന്നിരിക്കുന്നത്. നല്ല സ്പോഞ്ച് പോലെ അത്യാവശ്യം നല്ല പോലെ പൊന്തി വന്നിരിക്കുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ അതേ ടേസ്റ്റിൽ വരുന്നൊരു കേക്കാണിത്, പ്ലം കേക്ക്. അപ്പോൾ നല്ല രസമാണിത്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.